ഹലോ. ഇന്നത്തെ വീഡിയോ നെഞ്ചക്കിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് നെഞ്ചക്ക് പഠിക്കണം, അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. ഞാനിത് നേരത്തെ തൊട്ട് തന്നെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നെഞ്ചക്കെന്ന് പറയുമ്പം പല ടൈപ്പ് നെഞ്ചക്കുണ്ട്. നമുക്ക് തുടക്കക്കാർക്ക് പറ്റുന്ന നെഞ്ചക്കായിരിക്കും. റബ്ബറിൻ്റെ നെഞ്ചക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തടിയുടെ ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്, പിന്നെ തന്നെ ഇച്ചിരി കൂടിയ ആയിട്ടുള്ള തടിയുടെ ഉണ്ട്. അപ്പം ഇത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്നതായിരുന്നു. ഇപ്പം ഇത് പല രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇത് ബാൻ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളിത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. തുടക്കക്കാർക്ക് ഈ റബ്ബറിൻ്റെ നെഞ്ചൊക്കെ ആയിരിക്കും ഏറ്റവും നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് തിരിച്ച് ക്ഷതം വരുത്തി വെക്കാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ്. കഴിവതും വാങ്ങി ഉപയോഗിക്കുന്നവർ ഈ പ്ലാസ്റ്റിക്കിൻ്റെയോ റബ്ബറിൻ്റെയോ ഒക്കെ കിട്ടും, അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. മറ്റുള്ള മാരക ആയുധങ്ങളെക്കാളും എളുപ്പത്തിൽ നമുക്കിത് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എതിരാളിയെ അടിച്ചിടാൻ പറ്റിയ ഏറ്റവും നല്ലതും ഏറ്റവും സ്പീഡുള്ളതുമായിട്ടുള്ള ഒരു വെപ്പണാണ് നെഞ്ചക്കെന്ന് പറയുന്നത്. മറ്റുള്ള ആയുധം എടുത്ത് പ്രയോഗിക്കുന്നതിൻ്റെ 1 സെക്കൻഡ് മതി എതിരാളിയെ അടിച്ച് താഴെയിടാൻ പറ്റിയ, ചിലപ്പോൾ മരണത്തിൽ വരെയും കലാശിക്കും ഈ ഒരു നെഞ്ചക്ക് വെച്ചിട്ടുള്ള പ്രവൃത്തികളെന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം പ്രാക്ടീസുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് പഠിക്കാമെന്ന് ആരും കരുതണ്ട. കാരണം ഇത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്പീഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം പരുക്കുകളൊക്കെ പറ്റുകയും ചെയ്യും. പെട്ടെന്നൊന്നും പഠിച്ചെടുക്കത്തില്ല. കളിച്ചാലും വർഷങ്ങളെടുക്കും. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും സ്പീഡും ഒക്കെ നമുക്ക് കറക്റ്റാക്കി എടുക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. പെട്ടെന്ന് നമുക്ക് വെറുതെ ചുമ്മാ കാണിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇത് അത്യാവശ്യം ക്ഷമയും കാര്യമൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മാർഷൽ ആർട്സ് പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എൻ്റെ മോളും പഠിക്കുന്നുണ്ട്. മോള് പഠിക്കുന്നത് ആഞ്ഞിലിപ്പാലത്തുള്ള ശിവകുമാർ എന്ന് പറയുന്ന മാസ്റ്ററുടെ അടുത്താണ് പഠിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ചെല്ലാവുന്നതാണ്. ആഞ്ഞിലിപ്പാലത്താണ്. ഞാൻ നമ്പർ താഴത്ത് കൊടുത്തേക്കാം. എന്തിനും ഏറ്റവും എല്ലാവരും പറയുന്നതാണ് പ്രാക്ടീസ്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി പ്രാക്ടീസ് വേണം. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നീട് വേറെ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. 2 നെഞ്ചക്ക് വീശുന്ന ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ അത്യാവശ്യം ലോങ് വീഡിയോ ആയിട്ടുണ്ട് ഇത്. അപ്പം ഓക്കെ, ബൈ.